ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാട്ടോ എൻ്റെ കളർ ചെയ്ത ഹെയർ. അപ്പോൾ കളർ ചെയ്ത വീഡിയോ വ്ളോഗൊക്കെ ഇതാ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ കളർ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോയ സമയത്ത് അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് കോസ്റ്റ്ലിയാണ് പറഞ്ഞത് കളർ ചെയ്യാൻ. പക്ഷെ അവർ ചെയ്യുന്ന അത്ര വൃത്തിയാവില്ല നമ്മൾ ചെയ്താൽ, അത് സത്യമാണ്. പക്ഷെ നമ്മുടെ ആഗ്രഹത്തിന് നമുക്കത് ഓക്കെയാണ്, അത്രേ ഞാൻ കരുതിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതും വീട്ടിൽ നിന്ന് തന്നെയാണ്. ആ സമയത്തൊക്കെ ഞാൻ പാർലറിൽ ചോദിക്കുമ്പോഴേ ഒരുപാട് റേറ്റാണ് പറയുന്നത്. ഫസ്റ്റ് റീസൺ എന്താ വെച്ചാൽ ഹെയർ ലെങ്ത് ഉള്ള കാരണമാണ് ഇത്രയും കോസ്റ്റ് ആവുന്നതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് അത്രയും കോസ്റ്റിൽ നമുക്ക് അത് ചെയ്യാനും നമുക്ക് അങ്ങോട്ട് മനസ്സനുവദിക്കുന്നില്ല. അപ്പോൾ എന്നാൽ നമുക്കൊരു പാക്കറ്റ് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് സൂര്യയാണ് പറഞ്ഞത്. അപ്പോൾ എന്നാൽ അത് ഞങ്ങൾ ചെയ്തു കേട്ടോ. ഇത് സെക്കൻഡ് ടൈമാണ് ഞങ്ങൾ കളർ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഒരു 4 മാസം മുന്നേ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു അനിയൻ്റെ, ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇതിപ്പോൾ ഞങ്ങൾ മിക്സ് ചെയ്യുന്ന ഒന്ന് എല്ലാം റീഡ് ചെയ്ത് എന്തൊക്കെയാണ് അതിലുള്ളത് എന്നൊക്കെ നോക്കിയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ബ്ലീച്ച് ചെയ്ത ഹെയറിൽ തന്നെയാണ് വീണ്ടും ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലെ കുറച്ച് ഹെയർ ബ്ലീച്ച് ചെയ്തതുണ്ട്. അപ്പോൾ അതിലിനി ബ്ലീച്ച് ഇടുന്നില്ല, ഡയറക്റ്റ് അതിലേക്ക് കളർ ആഡ് ചെയ്യാണ്. ബാക്കിലെ കുറച്ച് മുടി മാത്രം കളർ ചെയ്തത് എടുത്തിട്ട് അതിൽ തന്നെ വീണ്ടും കളർ ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ബാക്കിൽ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. അത് കാരണം ബാക്കത്തെ ഹെയറിൽ നമുക്ക് കുറച്ച് ബ്ലീച്ച് ഇടേണ്ടി വരും. അപ്പോൾ അടിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, മുകളിലേക്ക് ഇപ്രാവശ്യം ചെയ്യുന്നില്ല. അപ്പോൾ താഴെ ഭാഗത്തുള്ള ഹെയറുകൾ മാത്രമാണ് സെലക്ട് ചെയ്യാനുള്ള പ്ലാന്. അപ്പോൾ ഒരു ഏറ്റവും താഴെയുള്ള ലെയറിലല്ല, അതിൻ്റെ തൊട്ട് മുകളിലുള്ള ലെയറിലാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. അതുപോലെ സൈഡിലും ഫ്രണ്ടിലും കുറച്ച്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളിത് ആ കളറ് സെലക്ട് ചെയ്ത കളർ ഏതാണെന്നറിയോ? പിങ്കാണ് കേട്ടോ. അപ്പോൾ ഇത് പിങ്ക് കളറായിട്ട് നമ്മളെ ഹെയറിൽ വരില്ല, വൈറ്റ് ഹെയറിലാണ് പിങ്ക് കളറായിട്ട് വരിക. അപ്പോൾ നമ്മുടേത് നല്ല ഡാർക്ക് കളറുള്ള ഹെയർ അല്ലേ. അപ്പോൾ ഇതിനെ ബ്ലീച്ച് ചെയ്താലും അവർ പറയുന്ന ആ പിങ്കിഷ് കളർ നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി പിന്നെ ഓൾറെഡി ഞാൻ ഹെന്ന ചെയ്തിട്ട മുടിയാണ്. അപ്പോൾ ഓൾറെഡി വേറൊരു കളർ അതിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കൂടിയാണ് ഇപ്പോൾ ഇനി ഈ കളർ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ വാങ്ങിയ ആ കളറ് ഇതിന് കിട്ടില്ല. അപ്പോൾ ഏത് കളർ വരുമെന്നും അറിയില്ല. നമുക്കെന്തായാലും നോക്കി നോക്കാം ഏത് കളറാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളിതാ ഇവിടെ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ എങ്ങനെയുണ്ടെന്ന്. ഇത് ഒറ്റയ്ക്ക് ഒരിക്കലും ഇട്ട് നോക്കാൻ ശ്രമിക്കരുത് കേട്ടോ. അപ്പോൾ അത് വൃത്തിക്ക് കിട്ടില്ല, ഒരാളെ ഹെൽപ്പ് എന്തായാലും വേണം. ഹെൽപ്പ് ചെയ്യുന്ന ആൾക്ക് ചെറിയൊരു ഐഡിയ ഒക്കെ വേണം കേട്ടോ, എങ്ങനെയാണ് എന്താണെന്നുള്ള. അപ്പോഴാണ് കൂടുതൽ നമുക്കൊന്നും കൂടെ ഒരു ഇത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. എല്ലാവരും കണ്ടു നോക്കൂ. ഓക്കെ.
ഇതാപ്പോൾ മുകളിലെ 2 ലെയറിൽ ഞങ്ങൾ കളർ തന്നെയാണ് ചെയ്തത്. അടിയിലിപ്പോൾ തേച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലീച്ചാണ്. അപ്പോൾ മുകളിലെ ഹെയർ വാഷ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. അതിൽ പറയുന്ന സമയം അത്രമാത്രം ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് ഞാൻ പോയി വാഷ് ചെയ്യും. ബാക്കിലെ ഹെയർ വീണ്ടും കുറച്ച് നേരം കൂടെ വെക്കണം, അത് കഴിഞ്ഞിട്ടേ വാഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ലെയറും കൂടെ ഉള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞ് ഞാൻ മുകളിലെ 2 ഹെയർ വാഷ് ചെയ്തിട്ട് അത് ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് ഒരു സമയമാകുമ്പോഴാണ് ഇതിന് വേണ്ട സമയം വെച്ചിട്ട് ബാക്കി ബ്ലീച്ച് ചെയ്ത ഹെയറും കൂടെ ഞാൻ വാഷ് ചെയ്ത് കളയും കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റിൽ കളർ ചെയ്ത ഹെയറാണ് ഞാൻ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യുന്നത്. ഇനി അടുത്തത് ഞാൻ ബാക്കി ബ്ലീച്ചിട്ട ഹെയറും കൂടെ വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഷാംപൂ വാഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, കണ്ടീഷണർ ചെയ്തിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ബ്ലീച്ച് ചെയ്ത ഹെയറും കൂടെ ഇനി കളർ ചെയ്യണം. അത് ചെയ്തതിന് ശേഷമാണ് ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ കണ്ടീഷണർ ഇടുക. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഷാംപൂ വാഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ ബ്ലീച്ച് ചെയ്ത ഹെയർ. കണ്ടില്ലേ, ബ്ലീച്ച് ചെയ്താൽ ഇങ്ങനെ ഒരു കളറാണ് കിട്ടുക. ഇനി ആ കളറിലേക്കാണ് നമ്മളിനി നമ്മുടെ കളറിൻ്റെ തേക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി അത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് കളർ വന്നത് എന്നുള്ളത്. ഇങ്ങനെയാണ് അപ്പോൾ കളറിൻ്റെ തേച്ച ഹെയറുകളുള്ളത്. അപ്പോൾ ഞാൻ മുന്നേ ഫസ്റ്റിൽ തേച്ച ഹെയർ ഞാൻ മുകളിലേക്ക് കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതവിടെ ബാക്കിലേക്ക് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ വാഷ് ചെയ്ത് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. ഡ്രൈ ചെയ്തിട്ടുള്ള ഹെയർ വാഷ് ചെയ്തു, ഞാൻ ഷാമ്പൂ ഇട്ടു, കണ്ടീഷണർ ഇട്ടു, ഇത്രയും ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് ഡ്രൈ ചെയ്തെടുക്കണം. കളറുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ഡ്രൈ ചെയ്താലേ കളർ ചെയ്തത് ശരിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്ത അവിടെയൊക്കെ അത്യാവശ്യം ചെറിയൊരു പിങ്കിഷ് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഡ്രൈ ചെയ്യാം. ഇനി ഇതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട് എത്ര 8 വാഷ് 9 വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ പോകുന്നു. അപ്പോൾ വീണ്ടും ബ്ലീച്ചിൻ്റെ കളറിലേക്ക് തന്നെ നമ്മളെ ഹെയർ മാറും കേട്ടോ.
അപ്പോൾ ഇത് ഓരോ വാഷിലും നമ്മളെ ഹെയറിൻ്റെ ആ കളറിൻ്റെ കളറ് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാറുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഹെയർ നമുക്കൊരു ബർഗണ്ടി ഷെയ്ഡിലേക്ക് മാറും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഡ്രൈ ചെയ്തിട്ട് ഹെയർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ നമ്മളിനി സ്പാ കൂടെ ചെയ്യണം കേട്ടോ. ഹെയർ കളർ ചെയ്യുന്നതിന് ഒരുപാട് ഡ്രോബാക്സും ഉണ്ട്. നമ്മളെ ഹെയർ ഡ്രൈ ആവും, ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ സ്പാ കൂടെ നമ്മളെ ഹെയറിന് കൊടുക്കണം. നമ്മളെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പോൾ ഞാൻ ഈ ഹെന്ന ചെയ്തതിന് ശേഷം ഞാൻ കളർ ചെയ്തതിന് ശേഷം ഞാൻ ഈ സ്പാ കൂടെ ചെയ്യുന്നുണ്ട്. അതും ഞാൻ വീട്ടിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ഇത് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. ഇതുപോലെ കേട്ടോ കളറുള്ളത്. ഡ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ കളർ ഇങ്ങനെ ചേഞ്ചായി നിൽക്കുന്നതൊക്കെ. അപ്പോൾ ആ ഒരു കളറാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഫോട്ടോ ഞാനിതിൻ്റെ ലാസ്റ്റിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ, താങ്ക് യു.